ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ 2024 വർഷം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അന്നേ വർഷം എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും, പല സുഖദുഃഖങ്ങളും അതുപോലെ പല പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ബാക്കി വെച്ചിട്ടുള്ള ഒരു വർഷം കൂടി ആയിരിക്കും. അപ്പോൾ അതെല്ലാം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഈ 2025 പിറക്കുന്ന ഈ പുതുവർഷത്തിൽ എല്ലാം നേടിയെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ എന്നെ സംബന്ധിച്ച് 2024 എന്ന് പറയുമ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, ഓർത്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മളൊരു പുതിയ വീടൊക്കെ വെച്ചു അതിൽ താമസം തുടങ്ങിയിട്ടുള്ള ഒരു വർഷം കൂടിയാണ്. അപ്പോൾ അതെനിക്ക് ഓർമ്മയിൽ ഓർത്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് 2024. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണത്തിനുള്ള പരിപാടിയിലാണ്. കറിയൊക്കെ ആയിട്ടുണ്ട്, ഓൾറെഡി എല്ലതും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ആൾ വരുമ്പോൾ ചീര കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ആയി ചീര മേടിച്ചിട്ടോ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുകയാണെങ്കിൽ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറച്ചധികം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അന്ന് തന്നെ ഉപയോഗിച്ചിട്ട് ബാക്കി നമ്മൾ കുറച്ച് നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നോക്കുമ്പോഴും അതങ്ങനെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു കേടും വന്നിട്ടില്ല കേട്ടോ. അത്രയും ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ കുറച്ചെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചീര നല്ല ഇഷ്ടമാണ്. ചീര കറി വെച്ചാലും ഉപ്പേരി ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വളരെ പിന്നാക്കാണ് കേട്ടോ, കഴിക്കാറില്ല പലപ്പോഴും. പക്ഷേ ഇത്തവണ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ നമ്മളത് നന്നായി അരിഞ്ഞതൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ പോകാനായിട്ടൊരു കൊട്ട കയ്യിൽ ഇങ്ങനെ ഊറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ വെള്ളമൊക്കെ വാരാനായിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മൾ പിന്നെ അതിലേക്ക് തേങ്ങയും ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അര മുറി തേങ്ങ എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെയാണ്. നമുക്ക് ചീനമുളക് ഉണ്ട് കേട്ടോ. ചീനമുളക് എന്ന് പറയും, കാന്താരി മുളക് എന്നും പറയും. നല്ല എരിവാണ്. ചെറുതാണെങ്കിലും നമ്മൾ ഒന്നെടുത്താൽ തന്നെ നല്ല എരിവായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 എണ്ണമൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവ് തന്നെയാണ്. പക്ഷേ കുട്ടികളൊക്കെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ അതോടെ തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒന്നൊക്കെ എടുത്ത് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിൽ ഒരു കടുകും ഒക്കെ പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു ഉത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ആരുമില്ല കേട്ടോ, ആളും കുട്ടികളും ആരുമില്ല. അതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റായിട്ടാണ് കിടക്കണം കേട്ടോ. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ചാനൊക്കൊന്നുമില്ല. അപ്പോൾ അവർ ഉച്ചയ്ക്കൊക്കെ വന്ന് പോയതാണ്. പിന്നെ ഈ ടൈം അവർ വന്നിട്ടില്ല. അവരങ്ങനെ കൂട്ടത്തിൻ്റെ കൂടെ വരവുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൂടി അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെയുള്ള കളിയും കാര്യമൊക്കെ കാരണം എത്തിയിട്ടില്ല ആരും. അപ്പോൾ ഇനി വരുമ്പോഴേക്കൊക്കെ റെഡി ആക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയിൽ ഇങ്ങനെ ഒച്ച കേൾക്കുന്നത് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ബാക്ക് വശത്തുള്ളൊരു വീടാണ്. അപ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്. അവിടെ എല്ലാവരും അവിടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവർ സംസാരിക്കണ സൗണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് സാധാ രീതിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെറുതായിട്ട് ആ ചെറിയ ചൂടിൽ അതൊന്നങ്ങനെ ചെറുതായി വെന്തിട്ട്, ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ ചൂടിൽ ഒന്നങ്ങനെ
ചൂടാക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചീര ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അതുപോലെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ചീര. നമ്മളെല്ലാവരും പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.